Good afternoon, students. നമുക്കിന്ന് മോഡ്യൂൾ 4-ന്റെ രണ്ടാമത്തെ ടോപ്പിക്കാണ് LCD ഇന്റർഫേസിംഗ്. AVR-നകത്ത് എങ്ങനെയാണ് LCD ഇന്റർഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, അപ്പം LCD ഇന്റർഫേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതുപോലെ ഒരു സ്ക്രീൻ കാണാറില്ലേ? ഓക്കെ, ഇത് നമുക്ക് LCD ഇന്റർഫേസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചിപ്പാണ്. LCD ഡിസ്പ്ലേ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പല രീതിയിലുള്ള നമ്പേഴ്സിൽ അവൈലബിൾ ആണ്. അതായത് ഇപ്പം 16:1 അല്ലെങ്കിൽ 16:2, 16:4, 20:2, 20:4 ഇങ്ങനെ പല ബിറ്റ്സിന്റെ കാറ്റഗറി അനുസരിച്ച് നമുക്ക് LCDs അവൈലബിൾ ആണ്. 16:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ലൈനിൽ 16 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ 16:2 എന്ന് പറയുമ്പോൾ 2 ലൈനിൽ 16 ക്യാരക്ടേഴ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ 16:4 അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇഫ് വി ആർ യൂസിങ് 16:2 ആൽഫ ന്യൂമറിക് LCD ആണെങ്കിൽ ഇറ്റ് ഡിസ്പ്ലേ 32 ക്യാരക്ടേഴ്സ് ഇൻ 2 rows മീൻസ് 1 row വി ഹാവ് 16 ക്യാരക്ടേഴ്സ്. അപ്പോൾ ഒരു ലൈനിൽ നമുക്ക് 16 ക്യാരക്ടേഴ്സ് കാണും. അതുപോലെ 2 ലൈൻസ് ഉണ്ടാവും. അപ്പോൾ മൊത്തം 32 ക്യാരക്ടേഴ്സ് നമുക്ക് 16:2 LCD നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതുപോലെ LCD മീൻസ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഇപ്പൊ ഇതുപോലെ ഒരു LCD നമ്മുടെ AVR മൈക്രോ കൺട്രോളറുമായിട്ട് ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കമാൻഡ്സും എന്തൊക്കെ വാല്യൂസ് ആണ് നമുക്ക് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം LCD ഇന്റർഫേസിംഗ് നമ്മളിപ്പം വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCDസിന്റെ റേറ്റ് ശരിക്കും പറഞ്ഞ LED-യുമായിട്ട് നോർമലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് 7 സെഗ്മെന്റ് LEDs ആയിരുന്നു, അല്ലെങ്കിൽ അതർ മൾട്ടി സെഗ്മെന്റ് LEDs ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ LCD ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ പ്രൈസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്പേഴ്സും ക്യാരക്ടേഴ്സും ഗ്രാഫിക്സും ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ LCD-യിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് LCD യൂണിറ്റിൽ തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്ത് റിഫ്രഷിംഗ് കൺട്രോളർ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രോഗ്രാം വഴി അതിനെ റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. LCD തനിയെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് റിഫ്രഷ് ചെയ്തോളും. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിംഗ് വളരെ ഈസിയാണ്. അപ്പൊ ഇന്ന് തന്നെ റീസൺസ് കൊണ്ടിട്ടാണ് നമ്മളിപ്പം LCDs വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ AVR മൈക്രോ കൺട്രോളറിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു LCD-യുടെ പിൻസ് ആണ്, പിൻ നമ്പേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 14 പിൻസ് വരെ നമ്മൾ ഈ LCD-ക്ക് അകത്തുണ്ട്. 14 പിൻസിനകത്ത് ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് VSS, അതുപോലെ തന്നെ സെക്കൻഡ് VDD, അതുപോലെ തന്നെ അതായത് ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. VSS എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട്, അതുപോലെ തന്നെ അതിന് പവർ കൊടുക്കാനുള്ള VCC, അതുപോലെ പവർ സപ്ലൈ, കൺട്രോൾ, കോൺട്രാസ്റ്റ്, അതുപോലെ തന്നെ RS. ഇനി പറയുന്നതാണ് ഇതെല്ലാം നമ്മൾ നോർമലി കാണുന്ന എല്ലാ ചിപ്പിലും ഉള്ളതാണ്. VSS-ഉം VCC-യും VE ഒക്കെ. ബാക്കി ഈ പറയുന്ന 4ാമത്തെ പിന്ന് മുതലുള്ള കാര്യങ്ങളാണ് ഈ LCD-യുടെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ RS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ സെലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RS-ന്റെ വാല്യൂ 0-യും ആകാം 1-ഉം ആകാം. ഈ RS-ന്റെ വാല്യൂ 0 മീൻസ് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള കമാൻഡ്സ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളൊരു കമാൻഡ് രജിസ്റ്ററിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RS കൊണ്ട് ഉദ്ദേശിക്കുന്നത് രജിസ്റ്റർ സെലക്ട് എന്നാണ്. സോ RS-ന്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് കമാൻഡ് രജിസ്റ്ററിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ RS-ന്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് ഡേറ്റ രജിസ്റ്ററിനെ സെലക്ട് ചെയ്യാൻ പറ്റും. കമാൻഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ LCD-യെ ഏത് മോഡിൽ വർക്ക് ചെയ്യണം എന്നുള്ള കമാൻഡ് കോഡുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും, കമാൻഡ്സുകൾ കൊടുക്കാൻ പറ്റും. ആ കമാൻഡ്സ് കൊടുക്കുന്നത് കമാൻഡ് രജിസ്റ്ററിലൂടെയാണ്. അതുപോലെ തന്നെ ഏത് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഏത് നമ്പർ അല്ലെങ്കിൽ ഏത് ഇൻഫോർമേഷൻ ആണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ കൊടുക്കുന്നത് ഡേറ്റ രജിസ്റ്ററിനകത്താണ്. അപ്പൊ ഡേറ്റ നമുക്ക് സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ RS-ന്റെ വാല്യൂ നമ്മൾ 1 സെറ്റ് ചെയ്തിട്ട് വേണം ഡേറ്റ സെൻഡ് ചെയ്യാൻ. അപ്പൊ കമാൻഡ് കൊടുക്കണമെങ്കിൽ RS-ന്റെ വാല്യൂ 0 സെറ്റ് ചെയ്യുക. ഡേറ്റയാണ് നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ RS-ന്റെ വാല്യൂ 1 കൊടുക്കുക. അതുപോലെ റീഡ് റൈറ്റ് എന്ന് പറയുന്ന ഒരു പിന്നുണ്ട്. റീഡ് റൈറ്റിന്റെ വാല്യൂ 0 ആണെങ്കിൽ റൈറ്റ്, അതായത് നമ്മൾ കമാൻഡോ അതുപോലെ തന്നെ ഡേറ്റയോ നമ്മൾ റൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ റീഡ് റൈറ്റ് എന്ന് പറയുന്ന പിന്നിന്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഫ്രം LCD-യിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീഡ് റൈറ്റിന്റെ വാല്യൂ 1 ആയിട്ട് കൊടുക്കാം. അതുപോലെ എനേബിൾ എന്ന് പറഞ്ഞാൽ എനേബിൾ IO, അതായത് പോലെ നമ്മൾ കമാൻഡ് കൊടുക്കാനായാലും ഡേറ്റ കൊടുക്കാനായാലും ഈ എന്ന് പറയുന്ന പിന്നിന്റെ വാല്യൂ നമ്മൾ ഹൈയിൽ നിന്നും ലോയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഹൈ വാല്യൂ ആക്കിയിട്ട് പിന്നെ അതിനെ ലോയിലോട്ട് മാറ്റണം. ആ സമയത്ത് മാത്രമേ നമ്മൾ ഈ പറയുന്ന ഇൻഫോർമേഷൻ, അതായത് ഡേറ്റ ആണെങ്കിലും കമാൻഡ് ആണെങ്കിലും ലാച്ച് ചെയ്ത് LCD-ക്കകത്തോട്ട് സ്റ്റോർ ആകത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് എന്ന് പറയുന്ന പിന്ന്. ഇനി ബാക്കിയുള്ള 8 പിന്ന് DB0, DB1 up to DB7 വരെയുള്ള
ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8 ബിറ്റ്സിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന കമാൻഡും ഡേറ്റയും ഈ പറഞ്ഞ പിന്നിലൂടെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ DB0 മുതൽ DB7 വരെയുള്ള 8 ബിറ്റ് ഇൻഫോർമേഷൻ ആണ് നമ്മൾ കമാൻഡ് ആയിട്ടും ഡേറ്റ ആയിട്ടും നമ്മൾ LCDക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പം അത് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എടുക്കുന്ന പിന്നുകളാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയും പിന്നുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ പിന്നുകൾ എന്തായാലും എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പൊ LCDയുടെ പിൻ ഡിസ്ക്രിപ്ഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി ഇതിനകത്ത് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡ്സുകളാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 8 ബിറ്റ്സ് വെച്ചിട്ട് നമുക്ക് മാക്സിമം FF 00 മുതൽ FF വരെയുള്ള കോഡുകൾ നമുക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്യാം. അതിനായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ കമാൻഡ് കോഡുകൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് 01, 02, 04, 06, 05, 07, 08, 0A, 0C, 0E, 0F, അതുപോലെ 10, 14, 18, 1C, 80, C0, 28, 38 ഇത്രയും കമാൻഡ് കോഡുകളാണ്. ഇത്രയും കമാൻഡ്സ് ആണ് നമുക്ക് LCDക്ക് പാസ് ചെയ്യാൻ പറ്റുന്നത്. ഈ കമാൻഡ് കോഡുകൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കമാൻഡ് കോഡിന്റെ വാല്യൂ 1 ആണെങ്കിൽ ക്ലിയർ ഡിസ്പ്ലേ സ്ക്രീൻ, ആ സ്ക്രീൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ കമാൻഡ് കോഡ് 2 ആണെങ്കിൽ റിട്ടേൺ ഹോം, അതായത് ആ ഹോം പൊസിഷനിനകത്തോട്ട് എത്തുക. അതുപോലെ കമാൻഡ് നമ്പർ 4 ആണെങ്കിൽ ഡിക്രിമെന്റ് കഴ്സറിന്റെ വാല്യൂ എന്ത് ചെയ്യും, ഒന്ന് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യും. അതുപോലെ കമാൻഡ് നമ്പർ 6 ആണ്, കമാൻഡിന്റെ വാല്യൂ നമ്മൾ 6 ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ കഴ്സർ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. അതുപോലെ കമാൻഡ് നമ്പർ 5 ആണെങ്കിൽ ഷിഫ്റ്റ് ഡിസ്പ്ലേ റൈറ്റ്, അതുപോലെ ഷിഫ്റ്റ് ഡിസ്പ്ലേ ലെഫ്റ്റ്, ഡിസ്പ്ലേ ഓഫ് കഴ്സർ ഓഫ്, അതായത് ഡിസ്പ്ലേ ഫുള്ള് ഓഫ് ആകും കഴ്സർ ഓഫ് ആകും. അതാണ് 8 എന്ന് പറയുന്ന കമാൻഡ് കോഡ്. അതുപോലെ A എന്ന് പറയുന്ന കമാൻഡ് കോഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഓഫ് ആയിരിക്കും കഴ്സർ ഓൺ ആയിരിക്കും. അതുപോലെ C എന്ന് പറയുന്ന കമാൻഡ് കോഡ് ഡിസ്പ്ലേ ഓൺ ആയിരിക്കും കഴ്സർ ഓഫ് ആയിരിക്കും. അടുത്ത E എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഓൺ കഴ്സർ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കും. ദെൻ അതുപോലെ F എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഓൺ കഴ്സർ ബ്ലിങ്ക്. അതുപോലെ 10 എന്ന് പറയുന്നത് ഷിഫ്റ്റ് കഴ്സർ പൊസിഷൻ ടു ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും കഴ്സർ പൊസിഷൻ. അതുപോലെ 14 എന്ന് പറയുന്നത് ഇവിടെ 10 അല്ല 10 ആണ്. അതുപോലെ 14 എന്ന് പറയുന്നത് ഷിഫ്റ്റ് കഴ്സർ പൊസിഷൻ ടു ദ റൈറ്റ്. അപ്പൊ ഇത് ഏത് മോഡിൽ ഈ പറഞ്ഞ ഏത് ഓപ്പറേഷൻ ആണോ നമുക്ക് ചെയ്യേണ്ടത്, അതായത് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണോ, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണോ, കഴ്സർ ഓൺ ചെയ്യണോ, ഡിസ്പ്ലേ ഓൺ ചെയ്യണോ, കഴ്സർ ഓഫ് ചെയ്യണോ, അതുപോലെ തന്നെ എൻറ്റയർ ഡിസ്പ്ലേ നമുക്ക് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണോ, എൻറ്റയർ ഡിസ്പ്ലേ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണോ, കഴ്സർ ടു ദ ബിഗിനിങ് ഓഫ് ദ ഫസ്റ്റ് ലൈനിൽ കൊടുക്കണോ, കഴ്സർ നമ്മൾ ബിഗിനിങ് ഓഫ് ദ സെക്കൻഡ് ലൈനിൽ കൊടുക്കണോ, അങ്ങനെയൊക്കെ ഉള്ള ഏത് ഓപ്പറേഷൻ ആണോ നമുക്ക് ചെയ്യേണ്ടത് അതിന് ആവശ്യമായിട്ടുള്ള കമാൻഡ് കോഡുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ലാസ്റ്റ് 1 28ഉം 38ഉം എന്ന് പറയുന്ന ഈ കമാൻഡ് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ LCD ഡിസ്പ്ലേയെ ഒന്നുകിൽ നമുക്ക് 4 ബിറ്റ് ഡിസ്പ്ലേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 8 ബിറ്റ് ഡിസ്പ്ലേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 2 ലൈൻസ് ആൻഡ് 5/7 മെട്രിക്സ് D4 to D7 എന്ന് പറയുന്നത് 2 ലൈനിൽ 4 ബിറ്റ്സ് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 2 ലൈൻസ് 5/7 മെട്രിക്സ് D0 to D7 എന്ന് പറയുന്നത് നമുക്ക് 8 ബിറ്റ് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഏത് മോഡാണെന്നുള്ളത് നമുക്ക് 28ഉം 38ഉം വഴി സെലക്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏത് ഓപ്പറേഷൻ ആണോ നമുക്ക് LCDയിൽ ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡ് കോഡുകൾ നമ്മൾ കമാൻഡ് രജിസ്റ്ററിൽ പ്ലേസ് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ കമാൻഡ് കോഡുകൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കമാൻഡ് കോഡുകൾ. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ കമാൻഡ്, ഇപ്പൊ ഇതിനകത്ത് നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കമാൻഡ് കോഡുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. മിക്കതിലും നമ്മൾ എപ്പോഴും ചെയ്യുന്ന കുറച്ച് കമാൻഡ് കോഡുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ പ്രോഗ്രാമിംഗ് LCD ഇന്റർഫേസ്. പ്രോഗ്രാമിംഗ് LCD ഇന്റർഫേസ്. അപ്പൊ ഈ പറഞ്ഞ പോലെ എങ്ങനെ നമുക്ക് LCDയെ പ്രോഗ്രാം ചെയ്തെടുക്കാം, അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു there are mainly 2 രജിസ്റ്റേഴ്സ്, കമാൻഡ് രജിസ്റ്ററും ഉണ്ട്, ഡേറ്റ രജിസ്റ്ററും ഉണ്ട്. നമുക്കൊരു കമാൻഡ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ കമാൻഡ് രജിസ്റ്ററിനകത്തോട്ട് കമാൻഡ് രജിസ്റ്റർ സെലക്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് ആവശ്യമുള്ള കമാൻഡ് പാസ് ചെയ്യും. കമാൻഡുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി നമുക്ക് ഡേറ്റയാണ് പാസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഡേറ്റ രജിസ്റ്റർ സെലക്ട് ചെയ്തിട്ട് ഡേറ്റ നമ്മൾ ആ ലൈൻസിൽ ഡേറ്റ പാസ് ചെയ്യുന്ന ആ 8 ലൈൻസിൽ വെക്കും. Okay, command is an instruction given to LCD in order to perform required function according to the given command. Command എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്തെങ്കിലും ഒരു സ്പെസിഫൈഡ് ഓപ്പറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണോ, റൈറ്റിലോട്ട് മൂവ് ചെയ്യണോ, കഴ്സർ ഓൺ ചെയ്യണോ, ഓഫ് ചെയ്യണോ, ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏത് ടെക്സ്റ്റുവൽ ഇൻഫോർമേഷൻ ആണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഇൻഫോർമേഷൻ നമ്മൾ പാസ് ചെയ്യുന്നതാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഇനി കമാൻഡ്സ് നമ്മൾ LCDക്കകത്തോട്ട് പാസ് ചെയ്യണമെങ്കിൽ there are 3 steps ഉണ്ട്. ഏതൊക്കെയാണ്? ആദ്യം രജിസ്റ്റർ സെലക്ടിന്റെ വാല്യൂ എന്താക്കി കൊടുക്കുക? 0 ആക്കി കൊടുക്കുക. രജിസ്റ്റർ സെലക്ടിന്റെ വാല്യൂ 0 ആക്കുമ്പോൾ അത് കമാൻഡ് രജിസ്റ്റർ സെലക്ട് ആയി എന്നാണ് അർത്ഥം. അതുപോലെ റീഡ് റൈറ്റ് സിഗ്നലിന്റെ വാല്യൂ, റീഡ് റൈറ്റ് പിന്ന്, അതെല്ലാം ഈ പിന്നുകൾ നമ്മുടെ LCDയിൽ കണ്ട പിന്നാണ്. റീഡ് റൈറ്റ് പിന്നിന്റെ വാല്യൂ 0 സെലക്ട് ചെയ്യുമ്പോൾ റൈറ്റ് ഓപ്പറേഷൻ. അപ്പൊ നമ്മൾ കമാൻഡ് കൊടുക്കാനാണെങ്കിലും ഡേറ്റ കൊടുക്കാനാണെങ്കിലും റൈറ്റ് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റീഡ് റൈറ്റ് പിന്നിന്റെ വാല്യൂ 0 കൊടുക്കുക. അതുപോലെ തന്നെ എന്ന് പറയുന്ന പിന്നിന്റെ വാല്യൂ ആദ്യം ഹൈ ആക്കിയിട്ട് പിന്നെ ലോ ആക്കണം. അതായത് മേക്ക് എനേബിൾ പിൻ ഫ്രം ഹൈ ടു ലോ. ഇങ്ങനെ ഒരു ഹൈയിൽ നിന്നും ലോയിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ആണെങ്കിലും ഡേറ്റ ആണെങ്കിലും LCDക്കകത്ത് ലാച്ച് ചെയ്ത് സേവ് ആയി കറസ്പോണ്ടിങ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നാലേ ആ ഒരു കമാൻഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ ഈ പറഞ്ഞ LCDക്കകത്തോട്ട് സ്റ്റോർ ആവത്തുള്ളൂ. ഓക്കെ, ഇനി ഡേറ്റയാണ് നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ, അപ്പൊ ഇപ്പൊ പറഞ്ഞത് കമാൻഡ് പാസ് ചെയ്യുന്ന കാര്യമാണ്. കമാൻഡ് പാസ് ചെയ്യാനാണെങ്കിൽ രജിസ്റ്റർ സെലക്ടിന്റെ വാല്യൂ 0 കൊടുക്കുക. ബാക്കി രണ്ടും റീഡ് റൈറ്റിന്റെ വാല്യൂം ഇയുടെ വാല്യൂം സെയിം തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡേറ്റയാണ് പാസ് ചെയ്യേണ്ടതെങ്കിൽ രജിസ്റ്റർ സെലക്ടിന്റെ വാല്യൂ 1 കൊടുക്കുക. 1 കൊടുത്താൽ അത് ഡേറ്റ രജിസ്റ്റർ സെലക്ട് ആവും. എന്നിട്ട് റീഡ് റൈറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യുക? 0 ആക്കി കൊടുക്കുക. റൈറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇയുടെ വാല്യൂ 1 ആൻഡ് 0 ആക്കുക. അതായത് മേക്ക് എനേബിൾ പിൻ ഫ്രം ഹൈ ടു ലോ ആക്കുക. നേരത്തെ കമാൻഡ് കൊടുക്കുന്നത് പോലെ തന്നെ ഇവിടെ RSന്റെ വാല്യൂ 1 ആക്കിയാൽ മാത്രം മതി ഡേറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി കമാൻഡ്സും ഡേറ്റയും എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നതെന്നുള്ള സ്റ്റെപ്സിലൂടെ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്മോൾ സ്റ്റെപ്സ് വഴി പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനിഷ്യലൈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് കമാൻഡ്സും ഡേറ്റയും കൊടുക്കണമെങ്കിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ഇനിഷ്യലൈസ് ദ LCD. ആദ്യം LCDയെ നമ്മൾ എന്ത് ചെയ്യുക? ഇനിഷ്യലൈസ് ആക്കുക. ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടു ഇനിഷ്യലൈസ് ദ LCD ഫോർ 5/7 മെട്രിക്സ് ആൻഡ് 8-bit ഓപ്പറേഷൻ. ഇപ്പോൾ ഒരു 5/7 മെട്രിക്സിൽ 8-bit ഓപ്പറേഷൻ ആണ് നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കാണേണ്ടതെങ്കിൽ, 8 bits ആണ് നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കാണേണ്ടതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡ്സ് ആണ് 0x38, 0x0E, 0x01. അപ്പൊ ആദ്യം ആ കമാൻഡ്സുകൾ ഒന്ന് ശ്രദ്ധിക്കണം. 0x38, 0x01, 0x0E. 0838 എന്ന് പറയുന്ന 2 lines 5/7 മെട്രിക്സ് 8 bit 8 ബിറ്റ്സിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് ആണ് 38. അതുപോലെ 0E എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഓൺ കഴ്സർ ബ്ലിങ്കിങ്, ഡിസ്പ്ലേ ഫുൾ ഓൺ ആക്കുക, അതുപോലെ കഴ്സർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്ഷൻ. അതുപോലെ 1 എന്ന് പറയുന്നത് ക്ലിയർ ഡിസ്പ്ലേ സ്ക്രീൻ. അപ്പൊ ഈ 3 കമാൻഡ്സ് വഴി നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? LCDയെ നമ്മൾ എന്ത് ചെയ്യുക? ഇനിഷ്യലൈസ് ചെയ്യുക. നെക്സ്റ്റ് വി വിൽ ഷോ ഹൗ ടു സെൻഡ് എ കമാൻഡ് ടു ദ LCD. അപ്പൊ LCDയെ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? പാസ് ചെയ്ത് കൊടുക്കണം. ആഫ്റ്റർ പവർ അപ്പ് യു ഷുഡ് വെയിറ്റ് അബൌട്ട് 15 milliseconds ബിഫോർ സെൻഡിങ് ഇനിഷ്യലൈസിങ് കമാൻഡ്സ് ടു ദ LCD. അപ്പൊ നമ്മൾ എപ്പോഴും ഈ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ കമാൻഡ്സ് നമ്മൾ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. ഓക്കെ, then ഇനി കമാൻഡ്സ് എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത് നോക്കാം. ടു സെൻഡ് എനി ഓഫ് ദ കമാൻഡ്സ് ടു ദ LCD മേക്ക് പിൻസ് RS, രജിസ്റ്റർ സെലക്ടിന്റെ വാല്യൂ കമാൻഡ് ആയതുകൊണ്ട് രജിസ്റ്റർ സെലക്ടിന്റെ വാല്യൂ 0 ആക്കുക, റീഡ് റൈറ്റിന്റെ പിന്നിന്റെ വാല്യൂ 0 ആക്കുക, ആൻഡ് പുട്ട് ദ കമാൻഡ് നമ്പർ ഓൺ ദ ഡേറ്റ പിൻസ്. നമുക്ക് പിന്നുണ്ട് D0 മുതൽ D7 വരെയുള്ള 8 ബിറ്റ്സുകൾ ഉണ്ട് നമുക്ക് കമാൻഡ് പാസ് ചെയ്യാനും ഡേറ്റ പാസ് ചെയ്യാനും. അപ്പൊ നമ്മൾ കമാൻഡ് പാസ് ചെയ്ത് കൊടുക്കുക. ഏതാണ്? 00380 0E 01 എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് ആദ്യം ഒരു കമാൻഡ് കൊടുക്കും, ജസ്റ്റ് വെയിറ്റ് ചെയ്യും, അടുത്ത കമാൻഡ് കൊടുക്കും, ജസ്റ്റ് വെയിറ്റ് ചെയ്യും, അടുത്ത കമാൻഡ് കൊടുക്കും. അങ്ങനെ ഓരോ കമാൻഡ്സിനും നമ്മൾ ഈ പറഞ്ഞ ഈ ഡേറ്റ ലൈൻസിലൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓരോ കമാൻഡ് നമ്മൾ ഈ D0 to D7 ബിറ്റ്സിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ then send a high to low pulse on to the pin E. E എന്ന് പറയുന്ന പിന്നിനകത്ത് നമ്മൾ ഹൈയിൽ നിന്നും ലോയിലോട്ട് ഒരു പൾസ് ചേഞ്ച് ചെയ്യും. ടു എനേബിൾ ദ ഇന്റേണൽ ലാച്ച് ഓഫ് ദ LCD. അതായത് നമ്മൾ ഈ ഡേറ്റ ലൈൻസിൽ തന്നെയാണ് അടുത്ത ഈ സെയിം 8 ബിറ്റ്സിൽ തന്നെയാണ് അടുത്ത കമാൻഡ് നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്നത്. അന്നേരം എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ LCDക്കകത്ത് സേവ് ചെയ്താൽ മാത്രമേ ഈ സെയിം പിന്നിനകത്ത് നമുക്ക് നെക്സ്റ്റ് കമാൻഡ് വെക്കാൻ പറ്റത്തുള്ളൂ. അതിനാണ് നമ്മൾ ഈ ലാച്ച് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആദ്യം കൊടുത്തിരിക്കുന്നത് അവിടെ അങ്ങ് ലാച്ച് ചെയ്തോളും, സ്റ്റോർ ചെയ്തോളും. Notice that after each command you should wait about 100 microseconds. അപ്പോൾ ഓരോ കമാൻഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക, അതവിടെ ലാച്ച് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആഫ്റ്റർ ദ 0x01 ആൻഡ് 0x02 യു ഷുഡ് വെയിറ്റ് അബൌട്ട് 2 milliseconds. അപ്പൊ 0x01ഉം 0x02ഉം കമാൻഡ്സ് ആണ് നമ്മൾ
കൊടുക്കുന്നതെങ്കിൽ നമ്മൾ 2 മില്ലി സെക്കൻഡ്സ് എങ്കിലും വെയിറ്റ് ചെയ്യണം. ബാക്കിയുള്ളതിനൊക്കെ ആണെങ്കിൽ 100 മൈക്രോ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്താൽ മതി. പക്ഷേ ഈ 01ഉം 02ഉം കമാൻഡ്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ 2 മില്ലി സെക്കൻഡ്സ് എങ്കിലും നമ്മൾ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ കമാൻഡ്സ് അവിടെ ലാച്ച് ചെയ്ത് അതിന്റെ കറസ്പോണ്ടിങ് ഓപ്പറേഷൻ വർക്ക് ആവാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, അപ്പൊ കമാൻഡ്സ് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഏത് കമാൻഡ്സ് വേണമെങ്കിലും നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ പർട്ടിക്കുലർ ഓപ്പറേഷൻ എന്താണോ അതിനനുസരിച്ചുള്ള കമാൻഡ്സ് ഏത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഈ കമാൻഡ്സ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ഡേറ്റ നമ്മൾ അല്ലെങ്കിൽ ക്യാരക്ടർ നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് സെൻഡ് ദ ക്യാരക്ടർ ബി ഷോൺ ഓൺ ദ LCD-യിലോട്ട് നമ്മുടെ ആ ക്യാരക്ടർ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, പാസ് ചെയ്ത് കൊടുക്കണം. ആ പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ രജിസ്റ്റർ സെലക്ടിന്റെ വാല്യൂ 1 ആക്കും. കാര്യം നമ്മളിപ്പോ പാസ് ചെയ്യുന്നത് ഡേറ്റ ബിറ്റ്സുകളാണ്, ഡേറ്റയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡേറ്റ രജിസ്റ്റർ നമ്മൾ സെലക്ട് ചെയ്യണം. അതിനാണ് RS=1 നമ്മൾ കൊടുക്കുക. ദെൻ റീഡ് റൈറ്റ് പിന്നെ നമ്മൾ 0 ആക്കി കൊടുക്കും. റീഡ് റൈറ്റ് പിൻ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആ റീഡ് റൈറ്റ് പിന്നിന്റെ വാല്യൂ 0യും കൊടുക്കും, രജിസ്റ്റർ സെലക്ടിന്റെ വാല്യൂ 1ഉം കൊടുത്തതിന് ശേഷം D0 മുതൽ D7 വരെയുള്ള പിന്നില് ആ ബിറ്റ്സില് നമ്മുടെ ഏത് ക്യാരക്ടർ ആണോ ഷോൺ ചെയ്യേണ്ടത് അതിന്റെ ആ ഡേറ്റ പിൻ ബിറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്യും. അതിനുശേഷം എനേബിൾ പിൻ, എന്ന് പറയുന്ന എനേബിൾ പിന്നിനകത്ത് ഒരു ഹൈയിൽ നിന്നും ഹൈ ടു ലോ പൾസ് നമ്മൾ കൊടുത്ത് ലാച്ച് ചെയ്ത് LCD-ക്കകത്ത് ആ ഡേറ്റയെ നമ്മൾ സ്റ്റോർ ചെയ്യും. ആഫ്റ്റർ സെൻഡിങ് ഡേറ്റ യു ഷുഡ് വെയിറ്റ് അബൌട്ട് 100 മൈക്രോ സെക്കൻഡ്സ് ടു ലെറ്റ് ദ LCD മോഡ്യൂൾ റൈറ്റ് ദ ഡേറ്റ ഓൺ ദ സ്ക്രീൻ. അപ്പൊ നമ്മൾ കുറച്ച് സമയം ഇത് കമാൻഡ്സും കൊടുത്ത് കുറച്ച് വെയിറ്റ് ചെയ്ത് ഡേറ്റയും കൊടുത്ത് 100 മൈക്രോ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ LCD മോഡ്യൂളിനകത്ത് നമ്മൾ കൊടുത്ത ഡേറ്റ നമ്മൾ പറഞ്ഞ മോഡിൽ നമ്മൾ ഏത് കമാൻഡ് വഴിയാണോ നമ്മുടെ ഡേറ്റ LCD വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് ലെഫ്റ്റിൽ ഡിസ്പ്ലേ ചെയ്യണോ റൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യണോ ആ പറഞ്ഞ മോഡിൽ അത് ഡിസ്പ്ലേ ആകും. ഓക്കെ, അപ്പൊ അതിന്റെ AVR കണക്ഷൻ ടു ദ LCD ഫോർ 8-bit ഡിസ്പ്ലേ. അപ്പൊ AVR-നകത്ത് നിന്ന് ഡേറ്റ LCD-ക്കകത്ത് കൊടുക്കുന്ന ഒരു ഇന്റർഫേസ് കണക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കണക്ഷൻ മാത്രം കൊടുത്താൽ പോരാ, നമ്മൾ ഈ പറഞ്ഞ കമാൻഡ്സും ഡേറ്റയും ഒക്കെ കൊടുത്താൽ മാത്രമേ ഈ LCD-ക്കകത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇവിടെ D0 മുതൽ D7 അതായത് 8-bit ഡിസ്പ്ലേ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ 8-bit ഡിസ്പ്ലേക്കകത്ത് പോർട്ട് എയുടെ 0 മുതൽ പോർട്ട് എയുടെ 7 വരെയുള്ള ബിറ്റ്സ് വഴി നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്ത് കണക്ഷൻ കാണിച്ചേക്കുവാണ്. ഓക്കെ, ദെൻ സെൻഡിങ് കോഡ് ഓർ ഡേറ്റ ടു ദ LCD ഫോർ 4 bits അറ്റ് എ ടൈം. ഇപ്പൊ 4 bit ആണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയുന്ന കോഡുകൾ മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പൊ 28 ആണ് 4 bits ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ 28 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് കോഡുകൾ ഇതാണ്. 28 ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 28 എന്ന് പറയുന്ന കോഡ്, അതുപോലെ 33 എന്ന് പറയുന്ന കോഡ്, 32 എന്ന് പറയുന്ന കോഡ്. ഈ വാല്യൂസ് നമ്മൾ 4 ബിറ്റ്സിന് വേണ്ടിയിട്ട് 4 ബിറ്റ്സ് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കമാൻഡ് കോഡുകൾ നമ്മൾ ആദ്യം പാസ് ചെയ്യും. എന്നിട്ട് അപ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ടെൽസ് ദ LCD ടു ഗോ ഇൻ ടു 4 ബിറ്റ് മോഡിലോട്ട് സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ LCD കണക്ഷൻ നമ്മൾ 4 ബിറ്റിൽ ഡിസ്പ്ലേ, ഇത് 8 ബിറ്റ് അല്ല, ഇവിടെ 4 ബിറ്റ് ആണ്. അപ്പൊ D4 മുതൽ D7 വരെയുള്ള ബിറ്റുകളാണ് നമ്മൾ 4 ബിറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ പോർട്ട് എയ്ക്കകത്തുള്ള 4 മുതൽ 7 വരെയുള്ള 4 ബിറ്റ്സുകളാണ് നമ്മൾ ഡേറ്റ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് LCD-യുടെ ഇന്റർഫേസിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട്